Welcome to Impulse Nursing Tutorial. നഴ്സിംഗ് ഓഫീസർ PSC, DHS ആൻഡ് DME എക്സാമിന് സ്ഥിരമായിട്ട് ചോദിച്ചു വരുന്നതും അതേസമയം GNM, BSc, പോസ്റ്റ് ബേസിക് BSc നഴ്സിംഗ് സ്റ്റുഡൻസിന് ബോർഡ് എക്സാമിന് ചോദിക്കുന്നതുമായിട്ടുള്ള ഇമ്പോർട്ടൻറ്റ് ക്വസ്റ്റ്യൻസ് ഫ്രം മൈക്രോബയോളജി ഇൻക്ലൂഡ് ചെയ്തിട്ടുള്ള ഒരു സെഷനാണ് ഇന്ന് നമ്മൾ ഡിസ്കസ് ചെയ്യുക. മൂവിങ് ടു ദ സെഷൻ. മൈക്രോബയോളജി ഇസ് എ സ്റ്റഡി ഓഫ് സ്മോൾ ഫോംസ് ഓഫ് ലൈഫ്. മൈക്രോബയോളജി എന്നത് ചെറിയ ചെറിയ മൈക്രോ ഓർഗാനിസംസിനെ പറ്റിയുള്ള പഠനമാണ്. മെഡിക്കൽ മൈക്രോബയോളജി ഡീൽസ് വിത്ത് ദ ഇൻഫെക്ഷ്യസ് ഏജൻസ് വിച്ച് കോസ് ഡിസീസ് ഇൻ മാൻ. മനുഷ്യനിൽ രോഗമുണ്ടാക്കാൻ കഴിവുള്ള വൈറസ്, ബാക്ടീരിയ, ഫംഗൈ പോലുള്ള മൈക്രോ ഓർഗാനിസംസിനെ പറ്റിയുള്ള പഠനമാണ് മെഡിക്കൽ മൈക്രോബയോളജി എന്നത്. നെക്സ്റ്റ് വൺ, ഇൻവെൻഷൻസിലോട്ട് കിടക്കാം. ആന്റോൺ വാൻ ലൂവൻഹുക്ക് ഇൻവെന്റഡ് മൈക്രോസ്കോപ്പ് ആൻഡ് ഹി ഈസ് ദ വൺ ഹു ഫസ്റ്റ് ഡിസ്കവേർഡ് ബാക്ടീരിയ. ആന്റോൺ വാൻ ലൂവൻഹുക്ക് ആണ് മൈക്രോസ്കോപ്പ്, സിമ്പിൾ മൈക്രോസ്കോപ്പ് കണ്ടുപിടിച്ചിട്ടുള്ളത്. അദ്ദേഹത്തിന്റെ ഹോബി ആയിരുന്നു ബാക്ടീരിയ പോലുള്ള ചെറിയ മൈക്രോ ഓർഗാനിസംസിനെ മൈക്രോസ്കോപ്പിലൂടെ ഒബ്സർവ് ചെയ്യുക എന്നത്. അങ്ങനെ അദ്ദേഹം ബാക്ടീരിയയെ ഫസ്റ്റ് ഡിസ്കവർ ചെയ്തു. അദ്ദേഹം തന്നെയാണ് ഫസ്റ്റ് മൈക്രോബയോളജിസ്റ്റ് എന്ന് അറിയപ്പെടുന്നത്. ഓക്കെ, നെക്സ്റ്റ് അതിനോടൊപ്പം നമുക്ക് അറിയേണ്ട രണ്ട് കാര്യങ്ങളാണ്. കോമ്പൗണ്ട് മൈക്രോസ്കോപ്പ് കണ്ടുപിടിച്ചിട്ടുള്ളത് ഹാൻസ് ആൻഡ് ജെൻസൺ ആണ്. ഹാൻസ് ആൻഡ് ജെൻസൺ എന്ന് പറയുന്ന വ്യക്തിയാണ് കോമ്പൗണ്ട് മൈക്രോസ്കോപ്പിന്റെ ഉപജ്ഞാതാവ് എന്നറിയപ്പെടുന്നത്. അതുപോലെ തന്നെ ഇന്നത്തെ കാലത്ത് ഏറ്റവും ലേറ്റസ്റ്റ് ആയിട്ട് വൈറസുകളെയൊക്കെ ഒബ്സർവ് ചെയ്യാൻ വേണ്ടി നമ്മൾ ഉപയോഗിക്കുന്ന ഇലക്ട്രോണിക് മൈക്രോസ്കോപ്പിന്റെ ഉപജ്ഞാതാവ് എന്നറിയപ്പെടുന്നത് ഏണസ്റ്റ് റസ്കയാണ്. ഏണസ്റ്റ് റസ്ക ഡിസ്കവേർഡ് ഇലക്ട്രോണിക് മൈക്രോസ്കോപ്പ്. ഇതിനൊപ്പം തന്നെ അറിയേണ്ട മറ്റൊരു കാര്യം, ഇവനോസ്കി ഡിസ്കവേർഡ് വൈറസ്. വൈറസിനെ കണ്ടുപിടിച്ചത് ഇവനോസ്കി എന്ന് പറയുന്ന വ്യക്തിയാണ്. സ്ഥിരമായിട്ട് PSC ക്വസ്റ്റ്യൻ പേപ്പറിൽ കണ്ടുവരുന്ന ഒരു ക്വസ്റ്റ്യൻ ആണ് ഇവനോസ്കി ഡിസ്കവേർഡ് വൈറസ്. സോ ഹി ഈസ് നോൺ ആസ് ദ ഫാദർ ഓഫ് വൈറോളജി. Next one, Edward Jenner introduced vaccination against smallpox. സ്മോൾപോക്സിനെതിരെയുള്ള വാക്സിൻ കണ്ടുപിടിച്ചത് എഡ്വേർഡ് ജെന്നർ ആണ്. അദ്ദേഹത്തെ തന്നെയാണ് ഫാദർ ഓഫ് വാക്സിനേഷൻ എന്ന് വിശേഷിപ്പിക്കുന്നത്. ലാസ്റ്റ് ടൈം 2023 DHS PSC നഴ്സിംഗ് ഓഫീസറിന്റെ ക്വസ്റ്റ്യൻ പേപ്പറിൽ ഉണ്ടായിരുന്ന ഒരു ക്വസ്റ്റ്യൻ ആണ് എഡ്വേർഡ് ജെന്നർ ഇൻട്രൊഡ്യൂസ്ഡ് വാക്സിനേഷൻ അഗൈൻസ്റ്റ് സ്മോൾപോക്സ് എന്നത്. നെക്സ്റ്റ് വൺ, റാബീസ് വാക്സിൻ വാസ് ഡിസ്കവേർഡ് ബൈ ലൂയിസ് പാസ്റ്റർ. ലൂയിസ് പാസ്റ്റർ ആണ് റാബീസ് വാക്സിൻ കണ്ടുപിടിച്ചിട്ടുള്ളത്. അദ്ദേഹത്തെയാണ് ഫാദർ ഓഫ് മൈക്രോബയോളജി എന്ന് വിശേഷിപ്പിക്കുന്നത്. ഫാദർ ഓഫ് മൈക്രോബയോളജി എന്ന് പറയുന്നത് ലൂയിസ് പാസ്റ്റർ ആണ്. ഓക്കെ, നെക്സ്റ്റ് വൺ, പാസ്ചറൈസേഷൻ എന്ന് പറയുന്ന പ്രോസസ്സ് ഇൻട്രൊഡ്യൂസ് ചെയ്ത് വെച്ചതും ലൂയിസ് പാസ്റ്റർ തന്നെയാണ്. ആ പേരിൽ നിന്ന് തന്നെ നമുക്ക് ക്ലൂ ഉണ്ട്. ദെൻ പാസ്ചറൈസേഷൻ ഓഫ് മിൽക്ക് നമുക്കറിയാവുന്ന പ്രൊസീജിയറാണ്. മിൽക്കിൻ്റെ സ്റ്റെറിലൈസേഷൻ പ്രൊസീജിയറാണ് പാസ്ചറൈസേഷൻ എന്ന് പറയുന്നത്. ആ ഒരു പ്രോസസ്സ് ഇൻട്രൊഡ്യൂസ് ചെയ്ത് വെച്ചതും ലൂയിസ് പാസ്റ്റർ ആണ്. നെക്സ്റ്റ് വൺ, ഓട്ടോക്ലേവിംഗ്. നമ്മുടെ ഹോസ്പിറ്റലിൽ യൂസ് ചെയ്യുന്ന ഓട്ടോക്ലേവ് അഥവാ ഓട്ടോക്ലേവിംഗ് പ്രൊസീജിയർ, ആ ഒരു പ്രോസസ്സ് ഇൻട്രൊഡ്യൂസ് ചെയ്തതും ലൂയിസ് പാസ്റ്റർ ആണ്. ദെൻ ഫെർമെൻറ്റേഷൻ പ്രോസസ്സ്, ദാറ്റ് ഈസ് മാവ് പുളിപ്പിക്കുന്ന ആ പ്രോസസ്സിനെ പറ്റിയുള്ള പഠനങ്ങളും ആ കാര്യങ്ങളും ഇൻട്രൊഡ്യൂസ് ചെയ്ത് വെച്ചത് ലൂയിസ് പാസ്റ്റർ ആണ്. ദെൻ നെക്സ്റ്റ് വൺ, ലൂയിസ് പാസ്റ്റർ പ്രൊപ്പോസ്ഡ് ജേം തിയറി ഓഫ് ഡിസീസ്. സ്ഥിരമായിട്ട് കാണുന്ന ഒരു ക്വസ്റ്റ്യൻ ആണ്. ലൂയിസ് പാസ്റ്റർ പ്രൊപ്പോസ്ഡ് ജേം തിയറി ഓഫ് ഡിസീസ്. ജേം തിയറി ഓഫ് ഡിസീസിന്റെ പ്രൊപ്പോണന്റ് എന്നറിയപ്പെടുന്നത് ലൂയിസ് പാസ്റ്റർ ആണ്. അതേസമയം ഈ ഒരു തിയറി പ്രൂവ് ചെയ്തിട്ടുള്ളത് റോബർട്ട് കോച്ച് ആണ്. ജോസഫ് ലിസ്റ്റർ ഈസ് നോൺ ആസ് ദ ഫാദർ ഓഫ് ആന്റിസെപ്റ്റിക് സർജറി. ആന്റിസെപ്റ്റിക് സർജറിയുടെ പിതാവ് എന്ന് വിശേഷിപ്പിക്കുന്നത് ജോസഫ് ലിസ്റ്ററിനെയാണ്. ഇനിഷ്യലി ആദ്യ കാലഘട്ടങ്ങളിൽ സർജറിക്ക് ശേഷം ഒരുപാട് ഇൻഫെക്ഷൻസ് ഈ സർജിക്കൽ പേഷ്യൻസിന് വരുന്നതായിട്ട് കാണുകയും അതിനെ തുടർന്ന് ഈ ജോസഫ് ലിസ്റ്റർ എന്ന് പറയുന്ന വ്യക്തി ഓപ്പറേഷൻ തിയേറ്റർ ക്ലീൻ ചെയ്യുന്നതിന് വേണ്ടിയിട്ട് ഫീനോൾ യൂസ് ചെയ്യും. അതുപോലെ ആൻറ്റിസെപ്റ്റിക് ടെക്നിക്സിന് വേണ്ടിയിട്ട് കാർബോണിക് ആസിഡ് യൂസ് ചെയ്യുകയൊക്കെ ചെയ്തു. അങ്ങനെ അതിൻ്റെ ആഫ്റ്റർ എഫക്റ്റ് ആയിട്ട് സർജറി കഴിഞ്ഞ പേഷ്യൻസിലെ ഇൻഫെക്ഷൻസ് കുറയുന്നതായിട്ട് കണ്ടെത്തുകയും അതിനെ തുടർന്ന് അദ്ദേഹത്തെ ഫാദർ ഓഫ് ആൻറ്റിസെപ്റ്റിക് സർജറി എന്ന് വിശേഷിപ്പിക്കുകയും ചെയ്തു. ഓക്കെ, നെക്സ്റ്റ് വൺ, റോബർട്ട് കോച്ച് ഇൻട്രൊഡ്യൂസ്ഡ് സ്ട്രെയിനിങ് ടെക്നിക്.
സ്റ്റെയിനിങ് ടെക്നിക്ക് ഇൻട്രൊഡ്യൂസ് ചെയ്ത് വെച്ചത് റോബർട്ട് കോച്ചാണ്. അദ്ദേഹത്തെയാണ് ഫാദർ ഓഫ് മോഡേൺ ബാക്ടീരിയോളജി എന്ന് വിശേഷിപ്പിക്കുന്നത്. ഫാദർ ഓഫ് മെഡിക്കൽ മൈക്രോബയോളജി എന്നറിയപ്പെടുന്നതും റോബർട്ട് കോച്ച് തന്നെയാണ്. നമ്മൾ ഓൾറെഡി പറഞ്ഞു, ജേം തിയറി ഓഫ് ഡിസീസ് പ്രൊപ്പോസ് ചെയ്തത് ലൂയിസ് പാസ്റ്റർ ആണ്. അതേസമയം അത് പ്രൂവ് ചെയ്ത് വെച്ചിട്ടുള്ളത് റോബർട്ട് കോച്ചാണ്. നെക്സ്റ്റ്, ഡിസ്കവേർഡ് ആന്ത്രാക്സ് വാക്സിൻ. റോബർട്ട് കോച്ച് തന്നെയാണ് ആന്ത്രാക്സ് വാക്സിൻ ഡിസ്കവർ ചെയ്തിട്ടുള്ളത്. അതുപോലെ തന്നെ മൈക്രോ ഓർഗാനിസംസ് ആയിട്ടുള്ള ട്യൂബർകുലൈൻ ബാസിലൈ, ബാസിലസ് ആന്ത്രാക്സ്, വിബ്രിയോ കോളറെ തുടങ്ങിയ മൈക്രോ ഓർഗാനിസംസിനെ ഡിസ്കവർ ചെയ്തിട്ടുള്ളതും ഈ പറയുന്ന റോബർട്ട് കോച്ചാണ്. ഓക്കെ, നെക്സ്റ്റ്, ഗ്രാം സ്റ്റെയിനിങ് വാസ് ഡെവലപ്ഡ് ബൈ ജെറാൾഡ് ഗ്രാം. സ്റ്റെയിനിങ് ടെക്നിക്ക് ഇൻട്രൊഡ്യൂസ് ചെയ്തത് റോബർട്ട് കോച്ചാണ്. അതേസമയം സ്റ്റെയിനിങ് ടെക്നിക്കിനകത്ത് തന്നെ പല ഡിവിഷൻസ് ഉണ്ട്. അതിൽ ഗ്രാം സ്റ്റെയിനിങ് ഡെവലപ്പ് ചെയ്തത് ജെറാൾഡ് ഗ്രാം ആണ്. നെക്സ്റ്റ് വൺ, പോൾ ഏളിച്ച് ഇസ് റിഗാർഡഡ് ആസ് ദ ഫാദർ ഓഫ് കീമോതെറാപ്പി. കീമോതെറാപ്പിയുടെ ഫാദർ എന്നറിയപ്പെടുന്നത് പോൾ ഏളിച്ച് ആണ്. ഇദ്ദേഹം മൾട്ടിപ്പിൾ ഡ്രഗ്സ് ഉപയോഗിച്ചുകൊണ്ട് ഒരു രോഗത്തിനെ നമ്മൾ ട്രീറ്റ് ചെയ്യുമ്പോൾ അതിൻ്റെ എഫക്റ്റ് വളരെ സ്പീഡിയും അതുപോലെ തന്നെ എഫക്റ്റീവും ആവുന്നു എന്ന് കണ്ടെത്തിയ വ്യക്തിയാണ്. അങ്ങനെ നമ്മൾ മൾട്ടിപ്പിൾ ഡ്രഗ്സ് ഉപയോഗിച്ച് ട്രീറ്റ് ചെയ്യുന്ന ഒരു രോഗാവസ്ഥയാണ്, എക്സാമ്പിൾ പറയുകയാണെങ്കിൽ ക്യാൻസർ. അപ്പം അത്തരം കണ്ടീഷൻസിൽ കീമോതെറാപ്പി യൂസ് ചെയ്യാനായിട്ട് ആദ്യമായിട്ട് അതിനെപ്പറ്റി കാര്യങ്ങളെല്ലാം ഇൻട്രൊഡ്യൂസ് ചെയ്ത് വെച്ചത് ഈ പറയുന്ന പോൾ ഏളിച്ച് ആണ്. അതുകൊണ്ട് തന്നെ അദ്ദേഹത്തെ ഫാദർ ഓഫ് കീമോതെറാപ്പി എന്നാണ് വിശേഷിപ്പിക്കുക. ഓക്കെ, നെക്സ്റ്റ് വൺ, അലക്സാണ്ടർ ഫ്ലെമിംഗ് ഡിസ്കവേർഡ് പെൻസിലിൻ. പെൻസിലിനം എന്ന് പറയുന്ന കണ്ടന്റിൽ നിന്ന് പെൻസിലിൻ എന്ന് പറയുന്ന ആന്റിബയോട്ടിക് ഫസ്റ്റ് ടൈം ഡിസ്കവർ ചെയ്തെടുത്തത് അലക്സാണ്ടർ ഫ്ലെമിംഗ് ആണ്. റിപ്പീറ്റഡ് ആയിട്ടുള്ള ക്വസ്റ്റ്യൻ ആണ്. ഈ ഒരു പെൻസിലിൻ്റെ കണ്ടുപിടുത്തത്തോടു കൂടിയാണ് ആൻറ്റിബയോട്ടിക് ഇര തന്നെ സ്റ്റാർട്ട് ചെയ്യുക. നമ്മൾ ഇപ്പോൾ പലതരം ഇൻഫെക്ഷ്യസ് കണ്ടീഷൻസിനും ആൻറ്റിബയോട്ടിക്സ് യൂസ് ചെയ്യുന്നുണ്ട്. അത് ആദ്യമായിട്ട് യൂസ് ചെയ്ത് തുടങ്ങിയ സമയത്താണ്, പെൻസിലിൻ്റെ കണ്ടുപിടുത്തത്തോടു കൂടിയാണ് അത് ആദ്യമായിട്ട് യൂസ് ചെയ്ത് തുടങ്ങുന്നത്. ഓക്കെ, നെക്സ്റ്റ് വൺ, കാൾ ലാൻഡ്സ്റ്റൈനർ ഡിസ്കവേർഡ് ഹ്യൂമൻ ബ്ലഡ് ഗ്രൂപ്പ്. എ ഗ്രൂപ്പ്, ബി ഗ്രൂപ്പ്, ഒ ഗ്രൂപ്പ്, അതുപോലെ തന്നെ എ ബി ഗ്രൂപ്പ് തുടങ്ങിയ ഹ്യൂമൻ ബ്ലഡ് ഗ്രൂപ്പുകൾ കണ്ടുപിടിച്ച വ്യക്തിയാണ് കാൾ ലാൻഡ്സ്റ്റൈനർ. അനാട്ടമിയിലും മൈക്രോബയോളജിയിലും ഒരുപോലെ ഇമ്പോർട്ടൻസ് ഉള്ള ഒരു ക്വസ്റ്റ്യൻ ആണ്. നെക്സ്റ്റ് വൺ, ദ ടേം ബാക്ടീരിയോഫേജ് വാസ് കോയിൻഡ് ബൈ ഹാരൽ. ഹാരൽ ആണ് ബാക്ടീരിയോഫേജ് എന്ന് പറയുന്ന ആ ടേം കോയിൻ ചെയ്തിട്ടുള്ളത്. ഇത് എയിംസിൻ്റെ ക്വസ്റ്റ്യൻ പേപ്പറിൽ നിന്ന് കിട്ടിയിട്ടുള്ള ഒരു ക്വസ്റ്റ്യൻ ആണ്. ഓക്കെ, നെക്സ്റ്റ് ഒരു ടൈം നോക്കാം. മാജിക് ബുള്ളറ്റ്. Drugs or chemicals that would kill infecting agents while being non-toxic to the host is termed as magic bullet. മാജിക് ബുള്ളറ്റ് എന്ന് പറയുന്നത് ഇൻഫെക്റ്റിംഗ് ഏജൻസിനെ കില്ല് ചെയ്യുന്നതിന് വേണ്ടി ഇൻഫെക്റ്റഡ് ആയിട്ടുള്ള ഒരു ഹോസ്റ്റിൽ ഉപയോഗിക്കുന്ന ഡ്രഗ്സ് അല്ലെങ്കിൽ കെമിക്കലിനാണ് നമ്മൾ എന്ത് പറയുക, മാജിക് ബുള്ളറ്റ് എന്ന് പറയുക. ഒരു കണ്ടീഷൻ ഉണ്ട്, ഈ കെമിക്കൽ അല്ലെങ്കിൽ ഡ്രഗ് ഒരിക്കലും ആ ഹോസ്റ്റിന് ടോക്സിക് എഫക്റ്റ് ഉണ്ടാക്കാനായിട്ട് പാടില്ല. ഓക്കെ, ക്ലിയർ ആയെന്ന് തോന്നുന്നു. വീഡിയോ യൂസ്ഫുൾ ആയെങ്കിൽ നിങ്ങൾ ലൈക്ക് ചെയ്യുക, ചാനൽ സബ്സ്ക്രൈബ് ചെയ്യുക. താങ്ക് യു. നെക്സ്റ്റ് സെഷനിൽ നമുക്ക് കാണാം.